ഷായേരിയ സ്റ്റീവ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിരോഷിമ നാഗസാക്കി ദിനങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കിയാലോ? ഓക്കേ. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിച്ചതെവിടെ? ജപ്പാനിലെ ഹിരോഷിമയിൽ. ഹിരോഷിമ ദിനം എന്ന്? ആഗസ്റ്റ് 6. ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ച വർഷം? 1945 ആഗസ്റ്റ് 6. നാഗസാക്കിയിൽ ആറ്റം ബോംബ് വർഷിച്ച വർഷം? 1945 ഓഗസ്റ്റ് 9. നാഗസാക്കി ദിനം ആചരിക്കുന്നത് എന്ന്? ആഗസ്റ്റ് 9. ഏത് രാജ്യമാണ് ആദ്യമായി അണുബോംബ് പ്രയോഗിച്ചത്? അമേരിക്ക. 1945 ആഗസ്റ്റ് 6 അമേരിക്ക ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേരെന്ത്? ലിറ്റിൽ ബോയ്. ആറ്റം ബോംബിൽ ഉപയോഗിച്ച സ്ഫോടനാത്മക ഘടകം ഏത്? യുറേനിയം 235. 1945 ആഗസ്റ്റ് 9 നാഗസാക്കിയിൽ വർഷിച്ച ബോംബ്? ഫാറ്റ് മാൻ. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച വിമാനം ഏത്? എനോല ഗേ. അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? റോബർട്ട് ഓപ്പൺഹൈമർ. അണുബോംബിന്റെ പ്രവർത്തന തത്വം? ന്യൂക്ലിയർ ഫിഷൻ. നാഗസാക്കിയിൽ ബോംബിട്ട വിമാനത്തിന്റെ പൈലറ്റ് ആരാണ്? ചാൾസ് സ്വീനി. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേരെന്താണ്? ബോക്സ് കാർ. ജപ്പാനിൽ അണുബോംബ് വർഷിച്ച സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഹാരി എസ് ട്രൂമാൻ. യുദ്ധവും സമാധാനവും എന്ന കൃതി രചിച്ചതാര്? ലിയോ ടോൾസ്റ്റോയ്. ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏതാണ്? രണ്ടാം ലോക മഹായുദ്ധം. ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് സ്ഫോടനത്തിന് ഇരയായവർക്ക് പറയുന്ന പേര്? ഹിബാകുഷ. ജാപ്പനീസ് ഭാഷയിൽ ഹിബാകുഷ എന്നാൽ എന്ത്? സ്ഫോടനബാധിത ജനത. യുദ്ധത്തിനിരയായ അനേകായിരം കുഞ്ഞുങ്ങളുടെ പ്രതീകമായ ജപ്പാനിലെ പെൺകുട്ടി ആര്? സഡാക്കോ സസാക്കി.